നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന ആലപ്പുഴ പുന്നമടക്കായലിൽ ഇരുകരകളെയും ബന്ധിപ്പിക്കുന്നതിനായി ബെയിലി പാലം ജില്ലയിൽ ഉടൻ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കായലിന്റെ അങ്ങേക്കരയിൽ നിന്നും VIP പവലിയൻ വരെയാണ് ബെയിലി പാലത്തിന്റെ നിർമ്മാണം. മിലിറ്ററിയുടെ സഹായത്തോടെയാണ് ബെയിലി പാലം നിർമ്മിക്കുന്നത്. എന്നാലും നെഹ്റു ട്രോഫി എന്ന് പറയുന്നത് അത് ആലപ്പുഴയ്ക്കും കേരളത്തിനും അഭിമാനിക്കാൻ സാധിക്കുന്ന ഒരു ജലോത്സവമാണ്. ഇന്ന് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ജലോത്സവങ്ങൾ നടക്കാറുണ്ട്. പക്ഷെ അതിനൊക്കെ പ്രചോദനം നൽകിയത് ഈ നെഹ്റു ട്രോഫിയാണ്. ട്രോഫി നടക്കുന്ന സ്ഥലത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുകയും അതിന് സൗകര്യങ്ങൾ ഉണ്ടാക്കുകയും അവിടെ കൂടുതൽ ആളുകളെ ആകർഷിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. ഇതിന്റെ മറുകരയിലേക്കുള്ള ഒരു സ്കൈ വാക്ക് അതുകൂടെ വന്നാലേ ഇത് പൂർത്തിയാകത്തുള്ളൂ. കാരണം അക്കരെ ഇക്കര നമ്മൾ നോക്കി നിൽക്കാൻ മാത്രമേ ഇപ്പം സാധിക്കൂ. അത് വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടക്കാനും സൗകര്യപൂർവ്വം ആളുകൾക്ക് മൂവ് ചെയ്യാനും ഒക്കെ ഒരു അവസരം കിട്ടുകയാണ്. അതിനും കാലതാമസം കൂടാതെ പരിപാടി ഇടും എന്ന് വ്യക്തമാക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഒരു ബെയിലി പാലം അത് മിലിറ്ററിയുടെ ഒരു സഹായം കൂടി തേടും. അവര് വിചാരിച്ചാൽ അവര് ദിവസങ്ങൾക്കുള്ളിലാണ് തീർക്കുന്നത്. അതുകൊണ്ട് അവരുടെ സഹായം കൂടി അഭ്യർത്ഥിച്ച് അത് കിട്ടുമെങ്കിൽ ആ രീതിയിൽ തന്നെ ഏറ്റവും വേഗത്തിൽ പണിയുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കും. കാരണം അതുകൂടെ വന്നാലേ ഇതിന്റെ ഒരു പൂർത്തീകരണമാകത്തുള്ളൂ. അടുത്ത നെഹ്റു ട്രോഫി വള്ളംകളിക്ക് മുമ്പ് സ്കൈവോക്കും ബെയിലി പാലം എന്ന തൂക്കുപാലവും ആലപ്പുഴ ജില്ലയ്ക്ക് ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. പുന്നമട ഫിനിഷിംഗ് പോയിന്റിൽ നെഹ്റു ട്രോഫി സ്ഥിരം ഗാലറിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടൂറിസം മന്ത്രി AP അനിൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പുന്നമടക്കായൽ സൗന്ദര്യവൽക്കരണത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി KC വേണുഗോപാൽ നിർവഹിച്ചു. ജില്ലാ കളക്ടർ N. പത്മകുമാർ, DCC പ്രസിഡന്റ് A. ശുക്കൂർ തുടങ്ങിയവർ സംസാരിച്ചു.